അലി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് റോഷ്നി. കൊച്ചി ഉണർന്നു തുടങ്ങിയോ? കൊച്ചി ഉണർന്നു തുടങ്ങി. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ രാവിലെ ഓടാനും ചാടാനും ഒക്കെ വരുന്ന ആളുകൾ അതുവഴി ഇതുവഴിയൊക്കെ ഉണ്ട്. ചെറുതായി ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അധികം വൈകില്ല, ഉടനെ ഓണായി വരും. ഈ കൊച്ചിയിലെ ആളുകളാണോ വ്യായാമത്തിന്റെ കാര്യത്തിൽ മുന്നിൽ? നമ്മൾ എല്ലാ ദിവസവും കൊച്ചിയിൽ നിന്നൊരു ഫ്രെയിം നമ്മൾ കാണുന്നത് ആളുകൾ എല്ലാവരും ഉഷാറായി രാവിലെ തന്നെ ഓടാനും ചാടാനും ഇറങ്ങുന്നതാണ്. തീർച്ചയായും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പറഞ്ഞു നിൽക്കുമ്പോൾ രണ്ട് മനുഷ്യർ നടന്നു പോകുന്നു. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിലാണ് ശാരീരിക അധ്വാനം കൂടി മനുഷ്യർ അതിനിടയിൽ സമയം കണ്ടെത്തുന്നത്. കാരണം ശരീരം ശ്രദ്ധിച്ചില്ലേ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ മുഴുവൻ ഫാസ്റ്റ് ഫുഡൊക്കെ അടിച്ച് ജീവിക്കുന്ന ഒരു ജീവിതശൈലിയിലേക്ക് മാറിക്കഴിഞ്ഞൊരു ഘട്ടത്തിൽ കുറച്ച് സമയമെങ്കിലും ശരീരത്തിന് വേണ്ടി കൂടി മാറ്റിവെക്കണം, മാനസിക ആരോഗ്യത്തിന് വേണ്ടി കൂടി മാറ്റിവെക്കണം എന്ന നല്ല ബോധം കൊച്ചിക്കാർക്കുണ്ട്. അപ്പോൾ എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ്. ഈ ബിസി ലൈഫിനിടയിൽ വ്യായാമം ഒക്കെ അത്യാവശ്യമാണ്. നമുക്ക് വാർത്തയിലേക്ക് വരാം അലി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഇന്ന് ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക ഒരു ചോദ്യാവലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എക്സൈസ്, അല്ലേ? അപ്പോൾ എല്ലാ ചോദ്യങ്ങളും എക്സൈസ് ചോദിക്കും. അതിന് എന്തിനൊക്കെ ഉത്തരങ്ങൾ കൃത്യമായി വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായും റോഷ്നി, ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നടൻ ശ്രീനാഥ് ഭാസിയെയും അതുപോലെ ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യും. ഒരു കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കി തന്നെയാണ് ഈ നീക്കത്തിലേക്ക് എക്സൈസ് കടന്നിരിക്കുന്നത്. വളരെ നിർണായകമാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ. കാരണം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഏതെങ്കിലും നിലയിലുള്ള ഇടപെടൽ ഈ രണ്ട് നടന്മാരിൽ ആർക്കെങ്കിലും ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും പുറത്തു വരാനുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഈ തസ്ലീമ സുൽത്താന, കേസിലെ പ്രതിയായിട്ടുള്ള തസ്ലീമ സുൽത്താന തനിക്ക് ഷൈൻ ടോം ചാക്കോയുമായും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയുമായും ബന്ധമുണ്ട്, തനിക്ക് സിനിമാ മേഖലയിൽ ഒരുപാട് ചങ്ങാത്തം ഉള്ളതുപോലുള്ള സൗഹൃദം മാത്രമേ ഇവരുമായി ഉള്ളൂ എന്നൊക്കെയാണ് അവസാന ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിലയിലുള്ള ഇടപാടുകൾ ഇവർക്കുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ തസ്ലീമ സുൽത്താനയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ രേഖകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട്, അത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഇന്ന് ചോദ്യം ചെയ്യുന്നത്. ആ നിലയിൽ തന്നെയാണ് ഈ ചോദ്യാവലി തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. സിനിമാ മേഖലയിലേക്ക് ഏതെങ്കിലും നിലയിലുള്ള ലഹരി ഒഴുക്ക് ഈ രണ്ട് നടന്മാർ മുഖേന ഈ കഞ്ചാവ് വിൽപ്പന ടീം നടത്തിയിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊച്ചിയിൽ നടന്ന ലഹരി ഇടപാടുകൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് സിനിമാ മേഖലയിൽ നടന്ന ലഹരി ഇടപാടുകൾ, ഇതെല്ലാം സംബന്ധിച്ച അതിനിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ കരുതുന്ന ഒരു ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട് അത്രയും ശക്തമായ ഒരു ചോദ്യാവലിയും തന്നെയാണ് എക്സൈസ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുള്ള വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് റോഷ്നി. കൊച്ചിയിലെ കേസിലേക്ക് വരുമ്പോൾ, കൊച്ചിയിൽ യുവ സംവിധായകരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഖാലിദ് റഹ്മാനും അഷറഫ് ഹംസയും പിടിയിലായത് സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നിന്നായിരുന്നു. കൂടുതൽ സിനിമാ പ്രവർത്തകരിലേക്ക് അന്വേഷണം നീളുന്നു, അല്ലെ? സമീറിനെ എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യുക? റോഷ്നി, ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ നിന്നും ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. ആ സമയം ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് യുവ സംവിധായകരിൽ പ്രധാനികളായിട്ടുള്ള ഖാലിദ് റഹ്മാനും അതുപോലെ അഷ്റഫ് ഹംസയുമാണ്. അവരോടൊപ്പം ഇവരുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഈ 3 പേരാണ് ഫ്ളാറ്റിൽ നിന്നും പിടികൂടുന്നത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തുകയും ചെയ്യുന്നത്. അതേസമയം ഈ ഫ്ളാറ്റിന്റെ ഉടമ എന്ന് പറയുന്നത് ഛായാഗ്രാഹകനായിട്ടുള്ള സമീർ താഹിറാണ്. അതുകൊണ്ട് തന്നെ നേരത്തെയും സമാനമായ രീതിയിൽ ഒരുപാട് സിനിമാ പ്രവർത്തകർ ഈ ഫ്ളാറ്റിലെത്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരം എക്സൈസിന് ലഭിച്ചിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനായി ഒരുങ്ങുന്നത്. ഈ നിലയിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന കേന്ദ്രമാക്കി ഈ ഫ്ളാറ്റ് മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. സമീർ താഹിറിന് പുറമെ നിരവധി പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട് അന്വേഷണ സംഘത്തിന്റെ. കാരണം നേരത്തെ തന്നെ ഈ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗത്തിനായി പലരും എത്തിയിരുന്നു എന്ന രഹസ്യ വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൈബ്രിഡ് കഞ്ചാവിന് ഏതെങ്കിലും രീതിയിൽ ഈ തസ്ലീമ സുൽത്താനയുടെ കേസുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ആ നിലയിലുള്ള അന്വേഷണവും ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. തസ്ലീമ സുൽത്താന കേരളത്തിലേക്ക് എത്തിച്ച കഞ്ചാവിൽ മുഴുവനും കണ്ടെത്താൻ എക്സൈസിന് അന്ന് സാധിച്ചിരുന്നില്ല. അതിൽ പകുതി അളവ് മാത്രമേ കണ്ടെത്തിയിരുന്നുള്ളൂ. ബാക്കി കഞ്ചാവ് പലയിടങ്ങളിൽ വിൽപ്പന നടത്തി എന്നുള്ളതാണ് അവരുടെ മൊഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കഞ്ചാവിൽ നിന്നുള്ള ഭാഗമാണോ കൊച്ചിയിലേക്ക് എത്തിയത്, ആ ഹൈബ്രിഡ് കഞ്ചാവാണോ നിലവിൽ കൊച്ചിയിൽ ഒഴുകി നടക്കുന്നതെന്ന കാര്യത്തിൽ എല്ലാം ഉള്ളൊരു വ്യക്തത, ഇത് തമ്മിലുള്ള ഒരു കണക്ഷനാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ രീതിയിലും വളരെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ ചോദ്യം ചെയ്യലിന്. എന്തായാലും ഉടൻ തന്നെ സമീർ താഹിറിനെ ചോദ്യം ചെയ്യും. കൂടുതൽ സിനിമാ പ്രവർത്തകരിലേക്ക് ഉടൻ തന്നെ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കടക്കാനുള്ള സാധ്യതയുമുണ്ട് റോഷ്നി.
ശരി, എന്തായാലും എല്ലാ സംശയങ്ങൾക്കും അന്വേഷണത്തിലൂടെ ഒരു തീർപ്പുണ്ടാവുമെന്ന് തന്നെ നമുക്ക് കരുതാം.